ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള മാജിക്കൽ ഹൗസ് എന്ന പേരൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമായിട്ട് തോന്നും. പക്ഷേ കാര്യം ഉണ്ടാക്കിയെടുക്കാൻ സിമ്പിളായിട്ടുള്ളൊരു ഹൗസാണ്. അപ്പം ഇതിന് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ മതി. ആദ്യം തന്നെ കുറച്ച് കട്ടിയുള്ള, ഞാൻ വെച്ച് കട്ടിയുള്ള ടൈപ്പ് ഒരു പേപ്പറാണേ. കനം കുറഞ്ഞ പേപ്പറാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിനൊരു ജീവനില്ലാത്ത പോലെ നിൽക്കും. അപ്പോൾ കുറച്ച് കട്ടിയുള്ളൊരു പേപ്പർ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പം അത് ഇങ്ങനെ ഒരു 5 ഇഞ്ച് വലുപ്പത്തിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ പറഞ്ഞ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാകുമെന്നൊന്നും എനിക്കറിയത്തില്ല. അതൊന്ന് 4ആയിട്ട് മടക്കുക. ഒരു 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ബാക്കി ഫോൾഡ് ചെയ്യാൻ. വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്വയർ ഷേപ്പിൽ ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ അറ്റം ഒന്ന് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയാണ് 2 സെൻറ്റിമീറ്റർ കേട്ടോ. അപ്പം ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പം ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫുൾ ആദ്യമുള്ളൊരു ബോഡി. ഇനി ഇതിലാണ് ബാക്കി പണിയാൻ പോകുന്നത്. അപ്പം ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് ഒരു ഗോൾഡൻ കളർ ഫോമും ഒരു റെഡ് കളർ ഫോമും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഗോൾഡൻ കളർ ഫോം അതിൻ്റെ വീടിൻ്റെ താഴ്ഭാഗം, അതായത് ഈ ബോക്സിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു സെൻറ്റിമീറ്റർ രീതിയിൽ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യുക. അതൊന്ന് ഫുൾ ഇങ്ങനെ ഒരു ഫ്രെയിം പോലെ ഒട്ടിച്ച് കൊടുക്കുക. നല്ല രസമാട്ടോ. ഓൾറെഡി വൈറ്റ് ഇതൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ ഒരു കൂട്ടത്തിൽ റെഡും ഗോൾഡനൊക്കെ ചെയ്യുമ്പോൾ ഒരു വേറെ ഭംഗി. അപ്പം അതിങ്ങനെ ഒട്ടിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് റെഡ് വെച്ചിട്ട് എന്നാ വെച്ച് കഴിഞ്ഞാൽ വീടാകുമ്പം ജനലും വാതിലൊക്കെ വേണ്ടേ. അപ്പം നമ്മൾ ജനലും വാതിലും വെക്കുന്ന ഈ റെഡ് കളർ ഫോം വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കർവ്, ഒരു ഹാഫ് സർക്കിൾ ഷേപ്പിൽ ഇങ്ങനെ വരച്ച് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എളുപ്പത്തിന് സ്ക്വയർ ആക്കാം, നിങ്ങളുടെ ഇഷ്ടം. ഷേപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പം ഞാൻ ഇതുപോലെ ആട്ടോ ചെയ്യുന്നത്. എന്നിട്ട് അതിങ്ങനെ ഒട്ടിച്ച് ആദ്യം റൗണ്ട് ഒട്ടിച്ച് എന്നിട്ട് നടുക്കൂടെ ഓരോ ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. അങ്ങനെ പാർട്സാക്കി കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കിന് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ തീരും. അപ്പം നമ്മൾ ജനലും വാതിലൊക്കെ ഫിറ്റ് ചെയ്തു. ഇനി മേൽക്കൂരയോട്ട് പോവാം. മേൽക്കൂരയ്ക്ക് ഞാൻ എടുക്കുന്നത് ഇത് കണക്കന്നെ റൗണ്ടിൽ ഒരു പേപ്പർ ഇങ്ങനെ വെട്ടിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ 4ആയിട്ടൊന്ന് മടക്കി കൊടുക്കുക. ഇതിന് ഒരു സൈഡൊന്ന് ജസ്റ്റ് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. അതായത് കുമ്പിൾ കുത്തുക, അതാണ് കറക്റ്റായിട്ട് പറഞ്ഞത്. എന്നിട്ട് ഇതിങ്ങനെ കോണ് പോലെ നമ്മുടെ വീടിൻ്റെ മേൽക്കൂര റെഡി. ഇനി ആ മേൽക്കൂര ഫുള്ള് നമുക്ക് ക്രിസ്മസ് അല്ലേ, അപ്പോൾ കുറച്ച് മഞ്ഞൊക്കെ ഇരുന്നട്ടെ. മഞ്ഞിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന മഞ്ഞ കേട്ടോ. പഞ്ഞി വെച്ചിട്ട് ഫുള്ളൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. പഞ്ഞി ഫുള്ള് നമ്മൾ ആദ്യം ആ കോണിൽ ഷേപ്പിലുള്ളതിന് ഫുള്ളൊന്ന് പശ തേച്ച് വെക്കുക. അതിന് വേണ്ടിയിട്ട് പഞ്ഞി ഇങ്ങനെ കുറച്ച് പിച്ചിക്കറി ഇടുക. എന്നിട്ട് അതിൻ്റെ താഴ്ഭാഗത്തും കുറച്ച് പഞ്ഞി ഇടണേ. ഫുള്ളിങ്ങനെ പഞ്ഞിയിൽ കിടക്കുന്ന കാണുമ്പോഴത്തേക്ക് നല്ല രസമാണ്. നമ്മളൊരു മഞ്ഞിൽ നിൽക്കുന്നൊരു വീട് പോലെ നിൽക്കും. മഞ്ഞിൽ നിൽക്കുന്ന വീട് അത് തന്നെയാണല്ലോ ക്രിസ്മസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ കിട്ടും. ഇപ്പം ആദ്യം ഞാൻ ഒരു വൈറ്റ് ബോർഡിൽ ഇതൊന്ന് വെച്ച് നോക്കിയത്. അപ്പം എനിക്ക് കുഴപ്പമില്ല, എന്നാലും ഒരു ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ ഒരു ചുമല കളറ് നമ്മുടെ അടപ്പ് പാത്രമുണ്ട്, കൊട്ടയുടെ അടപ്പ് പാത്രമാണേ. അപ്പോൾ അതെടുത്തിട്ട് ഈ വൈറ്റ് ബോർഡ് അങ്ങോട്ട് മാറ്റി ഞാൻ അതിൻ്റെ മുകളിൽ അങ്ങോട്ട് വെച്ചിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ ശരിക്കും എടുക്കാൻ പറ്റില്ല കേട്ടോ. അത് വെക്കണേൻ്റെ ലാസ്റ്റ് നമ്മൾ ഇത് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നിങ്ങൾക്കത് മനസ്സിലാവും. വൈറ്റ് ബോർഡ് മാറ്റിയിട്ട് ഞാൻ ആ കൊട്ടയാണ് വെച്ചിരുന്നത്. അപ്പോൾ കോട്ടയൊക്കെ കാരണം അതിൻ്റെ താഴെ ഇങ്ങനെ വെട്ടമൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കിനുണ്ടല്ലോ കൊട്ടയുടെ കളർ റെഡായിരുന്നേ. അപ്പം ആ റെഡ് ഇങ്ങനെ വൈറ്റിന് മേലിൽ കൂടെ കയറിയിട്ട് ഇങ്ങനെ ലൈറ്റൊക്കെ വരുന്നതാണ്, നല്ല രസമാണ്. അപ്പം വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്കത് കാണുമ്പോഴത്തേക്കിത് മനസ്സിലാവും. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള കളർ ലൈറ്റൊക്കെ വെച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതാണ് സംഭവം. ഇത്രേ ഉള്ളൂ. ഇതെന്ന് നോക്കിയാൽ നല്ല ഭംഗിയല്ലേ, ലൈറ്റിങ്ങനെ വെച്ചിട്ട് ഇതിന് മേൽ കൂടെ ഇതുപോലെ ലൈറ്റൊക്കെ കത്തി നിൽക്കുന്നതാണ്. അപ്പം ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സിമ്പിളല്ലേ, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലൈക്ക് കൂടെ തരണേ. അതുപോലെ തന്നെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു വെറൈറ്റി, എല്ലാം നമ്മൾ ഒരേപോലെ ചെയ്യാണ്ട് നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യം കൂടെ ചെയ്ത് നോക്കുന്നത് നല്ല കാര്യമല്ലേ. അപ്പോൾ എങ്ങനെ ക്രിസ്മസിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലേ, ഉണ്ടാക്കി നോക്കണേ. അപ്പം ഓക്കെ, ബൈ. ഇപ്പം മറക്കണ്ട, ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ഓക്കെ, ബൈ.